എത്തെങ്ങായി എന്ത് ഉളുപ്പുണ്ടാവും ഒരു 15 വയസ്സ് ചെക്കനെ ഔട്ടാക്കിയിട്ട് അതിന് കാണിച്ച എന്ത് തോറ്റ് കഴിഞ്ഞാ പിന്നെ അതിലുള്ള ചെറിയ ചെറിയ കാര്യമില്ല. എന്നിട്ട് ഇതിന് ന്യായീകരിക്കാൻ കുറെ ആൾക്കാർ ഞാൻ എന്ത് മറ്റേ എക്സൊക്കെ എടുത്ത് നോക്കുമ്പോ ഇന്ത്യക്കാരുടെ ഹിപ്പോക്രസി കോഹ്ലി കോൺസ്റ്റസിനെ കാണിച്ചു നിങ്ങൾ കണ്ടിയില്ലേ കോൺസ്റ്റസിന്റെ സ്വഭാവം അവനക്ക് സ്വഭാവ സർട്ടിഫിക്കറ്റ് കൊടുക്കില്ല അതന്ന് ചോദിച്ചു വാങ്ങിയതാ അതന്ന് അതിനുള്ളത് അപ്പൊ പറഞ്ഞു ഇതിപ്പോ എന്തായി ഇതിങ്ങനെ ആക്കിയത് ഇങ്ങനെ സിംഗിൾ വിക്കറ്റ് സെലിബ്രേറ്റ് ചെയ്തല്ല പ്രശ്നം ഒരു സെൻഡ് ഓഫ് ആണ് കൊടുത്ത് അത് ചെയ്യാൻ പാടില്ലാത്ത പണിയാണ് അത് നമ്മള് പറഞ്ഞല്ല ഇത് നടപടി വന്നേ ഒരു ഡീമെറിറ്റ് പോയിന്റ് കൊടുത്ത് വാണിംഗും കൊടുത്ത് ഇത് കോഡ് ഓഫ് കണ്ടക്ടിന്റെ കളിന്റെ ആവേശത്തില് ഒരാവേശം ചക്കനെ പേടിയുണ്ട് ഓൻ തന്നെ കളിയിട്ട് പറയാണ് ഒരു 15 വയസ്സുകാരനെ ഞാൻ എന്റെ ജീവിതത്തിൽ അത്രമാത്രം പേടിച്ചിട്ടില്ലാന്ന് അതിന്റെ നാണക്കേടില്ല അതൊക്കെ ഔട്ടാക്കിയപ്പോ ഒരു സന്തോഷം അത്ര വിചാരിച്ചാൽ മതി ഒരു ചെറിയ ചെക്കന്റെ അത്ര വിചാരിച്ചാൽ മതി ഇനിയിപ്പോ ഓനെ എനിക്ക് ഡിഫെൻഡ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല പക്ഷെ ഇവിടെ കുറെ ആൾക്കാർ ഡിഫെൻഡ് ചെയ്യാൻ മറ്റേ ചങ്ങായിന്റെ ചാനലില്ല റാഫിക്ക എന്ന് പറഞ്ഞ ചങ്ങായിന്റെ അയാളെ മറ്റേ റാഫ്റ്റോ ക്രിക്കറ്റിലൊക്കെ ഇതിനെപ്പറ്റി വീഡിയോ ഇട്ടപ്പോ താഴത്ത് മൊത്തം നിങ്ങളെ ഹിപ്പോക്രസിയാണ് മറ്റേതാണ് മറിച്ചാണ് ചെങ്ങായിമാരത് ഡീമെറിറ്റ് പോയിന്റ് കൊടുക്കേണ്ട തെറ്റാണ് നമ്മൾ ടീമിനെ സപ്പോർട്ട് ചെയ്യുമ്പോഴേ അതിൽ വേറെ എന്തെങ്കിലും മോശത്തരം ചെയ്താൽ അതിന് സപ്പോർട്ട് ചെയ്യാനൊന്നും നിൽക്കൂല അതാണ് അങ്ങനെ സപ്പോർട്ട് ചെയ്യുന്ന കുറെ ആൾക്കാർ പക്ഷെ ആ കളിന്റെ ആവശ്യത്തിൽ ചെയ്തു അത് കുറച്ച് ഓവറായി അത്രേ ഉള്ളൂ അതല്ലല്ലോ ഡീമെറിറ്റ് പോയിന്റ് കിട്ടിയില്ല ഡീമെറിറ്റ് പോയിന്റ് എന്തെങ്കിലും ചെയ്തോളൂ പോയിന്റ് ഡീമെറിറ്റ് അതാണ് അതാ പറഞ്ഞത് നിങ്ങൾ അത് സമ്മതിച്ചേ പിന്നെ കളി തോൽക്കുക ജയിക്കാം അത് സ്വാഭാവികം 15 വയസ്സുകാരുടെ നേരം സ്വാഭാവികം നിങ്ങൾ നല്ലോ അടിച്ചിക്കാണ്ട് പരാഗ് നല്ലോ എടുത്തിട്ട് പെരുമാറിയില്ല ജാമീസിനെ അതുകൊണ്ടൊന്നും ഞങ്ങൾക്ക് കാര്യം ഉണ്ടായില്ല ഞങ്ങളെ ചെക്കൻ ട്രംപ് കാർഡ് വന്നു ഞങ്ങള് ഫുൾ സെറ്റായി സ്റ്റാർക്ക് ബോളിങ് കണ്ടില്ലേ അപ്പൊ നിങ്ങൾ പറയും സ്റ്റാർക്കിന് ഞങ്ങളെ ചെക്കൻക്ക് കിട്ടിയില്ലല്ലോ കിട്ടാത്തോണ്ട് എന്ന് പറഞ്ഞോളി ഇനിയിപ്പൊ എന്താണെന്നറിയോ ഇനിയിപ്പൊ അതിന്റെ കളി 2-3 ദിവസം കഴിഞ്ഞാല് പിന്നെ നമ്മൾ തമ്മിൽ മുട്ടുണ്ട് അന്ന് ജാമീസിനെ എടുത്തിട്ട് കളിക്കും പണ്ട് പ്രഫുൽ ഇഞ്ചക്ക് കിട്ടിയ പോലെ ജാമീസൻ പേടിച്ചിട്ട് ആ കളി കളിച്ചൂല എങ്കിടി അതെ ജാമീസിന്റെ ആക്ഷന് നമ്മൾ ഏതായാലും സപ്പോർട്ട് ചെയ്യണ്ട പക്ഷെ ഞങ്ങളെ സ്റ്റാഫ് ഉണ്ടല്ലോ കോച്ചിങ് സ്റ്റാഫ് അത് നന്നായിട്ട് പഠിച്ചിരിക്കണേ ആ ചെക്കനെ പഠിച്ചിരിക്കണേ എങ്ങനെ ബോൾ ചെയ്യണം എന്നറിയാം അവനക്കെതിരെ ആ ബോള് കറക്റ്റ് ചെയ്തു പ്ലാൻ ചെയ്തു ഔട്ടാക്കി എന്തോ ഭാഗ്യത്തിന് ഇൻസൈഡർജി കൊണ്ട് പ്ലേഡ് ഓൺ എന്റെ ഭാഗത്തിനൊന്നുമല്ല പ്ലേഡ് ഓൺ ആയി എന്തോ ഭാഗത്തിനൊന്നുമല്ല ഓനക്ക് ഫസ്റ്റ് ബോളിലാണ്ട് മറ്റേ ആ പ്ലാൻ എടുക്കാഞ്ഞി അതങ്ങനെ തന്നെയല്ലേ എല്ലാം ഒരുപോലെ നടക്കൂലല്ലോ ആ പ്ലാൻ കറക്റ്റ് ഇംപ്ലിമെന്റ് ചെയ്തു ഞങ്ങൾ ഔട്ടായി കൂട്ടിക്കോളി പിന്നെ എന്താ ഈ ജയം കൊണ്ട് നിങ്ങൾ എവിടെ എത്താൻ പോണില്ല ഞങ്ങൾ ഇപ്പോഴും ഞങ്ങൾക്ക് 2 പോയിന്റ് കിട്ടി അതുകൊണ്ട് നിങ്ങൾ ജയിച്ചുകൊണ്ട് ആർക്കാ ഗുണുണ്ടായത് ജിടിക്ക് ഗുണുണ്ടായി ജിടി കയറൂല എന്നുള്ളൊരു അവസ്ഥ ഉണ്ടായി നിങ്ങളൊക്കെ നേരത്തെ ഒഴിവാക്കി കഴിഞ്ഞ 3 കളി അടുപ്പിച്ച് തോറ്റോല ഞങ്ങളിപ്പോ ജയിച്ചില്ലേ അതുകൊണ്ട് ഇപ്പത്തെ കാര്യം ഞങ്ങള് ജയിച്ചില്ലേ കാര്യം പൂരം കഴിഞ്ഞിട്ടൊന്നുമില്ല ഞങ്ങൾ അവസാന കളി വരെ കളിക്കും ഞാൻ ജയിക്കാൻ വേണ്ടിട്ട് മാത്രം മറ്റേ കില്ലർ മില്ലർ അങ്ങനത്തെ ചങ്ങായി അയാളൊക്കെ ഒഴിവാക്കി തട്ടി അത് കളിന്റെ സാഹചര്യത്തിനനുസരിച്ചാണ് ഞങ്ങളുടെ ആൾക്കാർ എല്ലാവർക്കും ഞങ്ങളെ പരാഗിന് ഒരു കളിയാക്കലായിരുന്നു പരാഗാണ്ട് കാണിച്ചതല്ല എന്താണ് കളി 10-90 എന്ത് കളിയാക്കി എന്തേലും കളിയാക്കി എന്താ ഓൻ റൺ എടുക്കണില്ല ഓൻ എന്തിനാ ടീം കൊണ്ടിറക്കണ അങ്ങനത്തെ കാട്ടിക്കൂട്ടല്ലേ അങ്ങനത്തെ കാട്ടിക്കൂട്ടല്ലേ അപ്പൊ വിമർശനം വന്നപ്പോ അവനക്ക് നല്ല ഔത്തർച്ചി കൊണ്ട് കളിച്ചു കളി 10-90 റണ്ണല്ലേ ഓടിച്ച് സെഞ്ചുറി കാത്ത ഇല്ലെങ്കിൽ ഇവിടെ നിക്കേണ്ടി വരില്ല പറച്ചിലേ കുറെ ആൾക്കാർ വരും ശരിയായില്ല അതുകൊണ്ട് ഔട്ടായി അത്ര തന്നെ ഇത് നിങ്ങളെന്തോ ഭാഗ്യത്തിന് ക്രിക്കറ്റിൽ അങ്ങനെ തന്നെയല്ലേ ക്രിക്കറ്റിൽ അങ്ങനെ നിങ്ങൾ മിസ്റ്റേക്ക് ചെയ്യും എന്തോ ഭാഗ്യത്തിന് 4 അടി കൊണ്ട് നിങ്ങൾ ജയിച്ചു അതിന്റെ അപ്പുറത്ത് എല്ലാവർക്കും കയറി പോണമെന്നില്ല ഭാഗ്യത്തിന് ഞങ്ങൾ നന്നായിട്ട് ചേസ് ചെയ്ത് ജയിച്ചു രാഹുൽ പറഞ്ഞ എന്താ പറഞ്ഞിട്ട് രാഹുൽ ഫോം ആയാല് ഞങ്ങൾ ടീം തോൽക്കണേ അതാണ് ഇതാണെന്നൊക്കെ ഇപ്പൊ എന്തായി അതൊന്നുമല്ല ടീം മൊത്തത്തിൽ ഫോമാത്തിന്റെ പ്രശ്നേനു ഇന്നലെ എന്താ ഉഷാറായി എല്ലാരും ഇറങ്ങിയാലൊക്കെ നന്നായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ട് ജയിച്ചു അതുകൊണ്ടൊന്നും നിങ്ങൾക്ക് ഒരു കാര്യം ഇപ്പൊ കിട്ടാൻ പോകുന്നില്ല നിങ്ങൾ മനസ്സിലായിക്കോളി കാരണം എന്താ അറിയോ നിങ്ങളിപ്പോഴും പ്ലേ ഓഫിന്റെ അടുത്തേക്ക് എത്താനുള്ള ഒരു സാധ്യത ഞാൻ കാണുന്നില്ല ജിടിക്ക് ഒരു ചെറിയ സാധ്യത നിങ്ങളോട് ശരിക്കും നന്ദി പറയേണ്ടത് ജിടിയാണ് കാരണം അവർക്കൊരു സാധ്യത നിങ്ങൾ തുറന്നു കൊടുത്ത് ഞങ്ങൾ ജയം കൊണ്ട് ആരാക്കിയും കൊണ്ടുണ്ടായ ഞങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ല
അങ്ങനത്തെ അസൂയൊന്നുമില്ല. ഞങ്ങൾക്ക് 2 പോയിന്റ് കിട്ടിയോ ഇല്ല എന്നാ നോക്കുന്നത്. ഇതിന് മുമ്പത്തെ കളികളൊക്കെ തോറ്റിരുന്നു. ഏതായാലും ഇന്നലത്തെ കളി ജയിച്ചില്ലേ, 2 പോയിന്റ് ഞങ്ങൾക്ക് കിട്ടി. പ്രഫുൽ ഇഞ്ചിനോടൊക്കെ ഒന്ന് ചോദിച്ച് മനസ്സിലാക്കി കളി. സൂര്യവംശിനെ ഫസ്റ്റ് തന്നെ ഔട്ടാക്കി എന്താ ഉണ്ടാവുക. അപ്പൊ നമുക്ക് കാണാം.